തരീക്ക് ഇപ്പൊ ലേശം ഒരു വിമർശന വിധേയമാക്കിയല്ലോ, ഇത് നടക്കുന്ന കാര്യമില്ല എന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെ ഒന്ന് ശരി ഷറയിലുണ്ടോന്നാ ചോദ്യം. ഇത് ബാത്തിനായ കൽബിന്റെ ബാത്തിനായ വാതിൽ കൂടി ഇൽമ കയറി വന്ന അവസ്ഥ ഉണ്ടോ? ഇപ്പൊ ലോകത്ത് നടക്കുന്ന കാര്യം മൂപ്പർ അങ്ങൊന്നും വരുന്നുണ്ട. ഇപ്പൊ ലോകത്ത് ജീവിച്ചിരിക്കുന്ന അവലേക്കന്മാരൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എന്താ അലാ സിഹത്തി തരീഖ് അഹ്ലി തസവ്വുഫി ഫി ഇക്തിസാബിൽ മഅരിഫ, മഅരിഫത്ത് കരസ്ഥമാക്കുന്ന വിഷയത്തിൽ തസവ്വുഫിന്റെ അഹ്ലുകാര തരീഖ് സഹിയാണോ, അതിന് ശറഈ തെളിവുണ്ടോ? ലാമിന തഅല്ലുമി വലാമിന തരീഖിൽ മുഅ്തദ് അല്ല, മറ്റൊരു മാർഗം. യഅലം അന്ന മനിൻകശഫ ലഹു ശൈഉൻ വലവി ശൈഉൻ യസീർ, ഒരു കുറഞ്ഞ കാര്യം മുൻകശിഫായി നോക്കും ബി തരീഖിൽ ഇൽഹാമിൽ കൂടി, വൽ വഖൂഇ ഫിൽ ഖൽബി മിൻ ഹൈസു ലാ യദ്റ, അറിയപ്പെടാത്ത മാർഗത്തിൽ കൂടി കൽബിലേക്ക് കയറി വന്ന് ഫഖദ് സ്വാറ ആരിഫൻ ബിസിഹത്തി തരീഖ്, തരീഖ് സഹിയാണ്, നടപ്പിൽ വരുന്നു, സ്വയം അനുഭവത്തിന് മനസ്സിലായല്ലോ അല്ലേ. വമല്ലം യുദ്രിക ദാലിക മിൻ നഫ്സിഹി ഖത്തു, നഫ്സി സ്വന്തം നഫ്സിൽ നിന്ന് അറിയുന്നേ ഇല്ല, എന്നാലെന്താക്കുക ഫയംബക യൂമിൻ, അങ്ങനെ ഉണ്ടെന്ന് അംഗീകരിച്ചതാണ്. എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇല്ലയെന്ന് വെക്കാൻ പറ്റില്ല. കണ്ടു ഫൈന ദറജത്തുൽ മഅരിഫത്തി ഫീഹി അസീസത്തുൻ ജിദ്ദ. പിന്നെ വശദുൽ ദാലിക ശവാഹിദു ശറഈ, ഒന്ന് ഷറഈന്റെ ശവാഹിദ്, അതായത് ആയത്തു ഹദീസും, വത്തജാരിബ് എന്ന് പറഞ്ഞ അനുഭവങ്ങൾ, വൽ ഹിക്കായത്ത് ഔലിയാക്കളുടെ ചരിത്രങ്ങൾ. അമ്മ ശവാഹിദു ഫഖൗലുഹു തആല വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ എന്ന് പറഞ്ഞ ആയത്താണ്. അതുകൊണ്ട് ആദ്യം മുജാഹദ ചെയ്താൽ ആ മുജാഹദന്റെ കെയർ ഓഫിൽ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അപ്പോൾ ലനഹ്ദിയന്നഹും സുബ്ലനാ എന്ന് പറഞ്ഞതാണ് കിട്ടിയത്. ഫകുല്ലു ഹിക്മത്തിൻ തൽഹറു മിനൽ ഖൽബി ബിൽ മുവാലബത്തി അലൽ ഇബാദത്തി മിൻ ഗൈരി തഅല്ലുമിൻ, അതാ ഏതൊരു ഹിക്മത്തും കൽബിൽ നിന്ന് വെളിപ്പെട്ട് എന്ത് കാരണത്താൽ? ഇബാദത്തിൻ്റെ മേലെ മുവാലബത്ത് ചെയ്ത കാരണത്തിന് വേണ്ടി, മിൻ ഗൈരി തഅല്ലുമൊന്നുമില്ല. എന്നാൽ ഫഹുബി തരീഖുൽ കശ്ഫി വൽ ഇൽഹാം, പിന്നെ തരീഖുൽ കശ്ഫി ഇൽഹാം അല്ലാതെ പിന്നെ ഏതുണ്ടാവില്ലോടെ? എന്താ എനിക്ക് അഭിഷേകമായിട്ട് ബന്ധപ്പെടുന്ന പക്ഷേ അതിൻ്റെ കാര്യം മനസ്സിലാകുന്നുണ്ടല്ല. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അമില ബിമാ അലിമ വറസഹുല്ലാഹു ഇൽമ മാ ലം യഅലം. അപ്പോൾ ഇൽമുൽ വിറാസത്ത് അവിടെ കിട്ടിയില്ലേ? വഫഖഹു ഫീമാ യഅമലു ഹത്താ യസ്തൗജിബൽ ജന്ന, സ്വർഗത്തിൻ്റെ അവകാശമാകുന്നത് വരെ അമൽ ചെയ്യാനുള്ള തൗഫീഖും കിട്ടും. വമല്ലം യഅമൽ ബിമാ യഅലമു താഹ ഫീമാ യഅലമു, അറിയുന്ന കാര്യത്തിൽ തന്നെ ബേജാറാണ്. വലം യുവഫഖ് ഫീമാ യഅമലു ഹത്താ യസ്തൗജിബന്നാർ, അമൽ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടായും ചെയ്യൂല, നരകാവകാശിയായി മാറും. അതെ, വഴിതിരിയാതെ എന്ത് ചെയ്യണമെന്ന് അങ്കലാപ്പ്. വഖാല തആല വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ, വമൻ യത്തഖില്ലാഹ ദാദാ സുലൂക്കാന്നത്, യജ്അൽ ലഹു മഖ്റജ ജദ്ബ, എന്തിൽ നിന്ന് മഖ്റജ? മിനൽ ഇസ്കാലാത്തി വശുബഹി, ഇസ്കാലാത്തിൽ നിന്നും ശുബഹത്തിൽ നിന്നും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ് എന്ന് പറഞ്ഞാൽ യുഅല്ലിമുഹു ഇൽമൻ മിൻ ഗൈരി തഅല്ലുമിൻ, ഒരു തഅല്ലുമും ഇല്ലാതെ കണ്ട് ഇൽമ പഠിപ്പിക്കും. വയുഫത്തിനഹു മിൻ ഗൈരി തജ്രിബത്തിൻ, അനുഭവജ്ഞാനങ്ങളൊന്നും ഇല്ലെങ്കിലും എന്താക്കും, മോനിക്ക് നല്ല ബുദ്ധി സാമർഥ്യം ഉണ്ടാകും. ചിലത് പരിചയത്തിൽ കൂടി കിട്ടുന്ന അറിവുണ്ട്, ഒന്നും വേണ്ട. വഖാല തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ, അതാ സുലൂക്ക്, യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾക്കൊരു ഫുർഖാൻ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ എന്താ? നൂറൻ യഫ്രിഖു ബൈനൽ ഹഖ് വൽ ബാത്തിൽ, ഹക്ക് ഏത് ബാത്തിൽ ഏത് എന്ന് വേർതിരിക്കാനുള്ള ഒരു നൂറുണ്ടാക്കി തരുന്നു. വയഖ്റുജു ബിഹി മിന ശുബ്ഹാത്തിൽ നിന്ന് അവൻ രക്ഷപ്പെടും. വലിദാലിക കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുക്സിറു ഫീ ദുആഇഹി മിൻ സുആലിൻ നൂർ, അതുകൊണ്ടാണ് തങ്ങൾ നൂറിനെ തന്നെ ചോദിച്ചു. ഫഖാല അല്ലാഹുമ്മ അഅ്തിനി നൂറ വസിദ്നി നൂറ വജഅൽ ലി ഫീ ഖൽബി നൂറ വഫീ ഖബ്രി നൂറ വഫീ സംഇ നൂറ വഫീ ബസരി നൂറ ഹത്താ ഖാല ഫീ ശഅരി വബശരി വലഹമി വദമി വഇളാമി, ഒന്നും ബാക്കിയില്ല. വസുഇല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഖൗലില്ലാഹി തആല ഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി എന്ന് പറഞ്ഞില്ല. ഇസ്ലാമിലേക്ക് ഒരാളുടെ മനസ്സ് അല്ലാഹു തആല അങ്ങ് തുറന്ന് വിശാലമാക്കി കൊടുത്താൽ റബ്ബിൻ്റെ മക്കളിൽ നിന്നുള്ള നൂറിൻ്റെ മേലാണ് എന്നല്ലേ പറഞ്ഞേ. മാ ഹാദ ശറഹു, എന്താണ്? ഫഖാല ഹുവ തൗസിഅതു,
കൽബിന് വല്ലാത്തൊരു വിശാലത. ഇന്നൻ നൂറ ഇദാ ഖുദിഫ ബിഹി ഫിൽ ഖൽബ്, ആ നൂറ് കൽബിലേക്ക് ഇടപെട്ടാൽ ഇത്തസഅലഹു സദറു, സദർ വിശാലമായി, വൻഷറഹ വളരെ വ്യാപിച്ച്. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ. ഇബ്നു അബ്ബാസ് നിങ്ങൾക്ക് വരുന്നിടത്തല്ലേ. വഖാല അലിയും റളിയല്ലാഹു അൻഹു പറയുന്നു, ഇത് അത് മുപ്പറി അതോ പന്നെ പറയുന്ന മാ ഇൻദനാ ശൈഉൻ അസറഹു നബിയ്യു സല്ലല്ലാഹു, അത് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇപ്പം കള്ളത്തരീക്കത്ത് അറിയിപ്പം പറഞ്ഞു നടക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു വേറെ കിതാബ് ഇറങ്ങിയിട്ടുണ്ട്, നീക്കൊന്നും കിട്ടിയിട്ടില്ല. പോകാൻ കൂടാണ്ട് അലി തങ്ങൾക്ക് ഒരു അലി തങ്ങളെ ബഹുമാനിച്ചിട്ട് അങ്ങെത്തി നോക്കുമ്പോൾ ഷിയാ തരീക്കത്താണത്. ഇതിൻ്റെ ഉത്ഭവം എവിടെയെന്ന് ആദ്യം പഠിക്കണം. ഈ പറയുന്ന തരീക്കത്തിൻ്റെ ഉസൂല് ആടെ താടി വെച്ച് ഉപ്പാപ്പ ഉണ്ട് എന്ന് പോയപാട് ഷേഖാക്കലല്ല, ആടെ ഒരാളുണ്ട് പോലും എന്നാ പറയില്ലേ. അതിന് കുറേ ഏജൻറ്റുമാരും ഉണ്ടാവും. ഇങ്ങനെ അങ്ങനെ വളരെ പറഞ്ഞ് പൊന്തിച്ചിട്ട് എടുത്തു. അപ്പോൾ ഈ കേൾക്കുന്ന നല്ല ഒരു സന്മനസ്സുണ്ടാക്കി തോന്നുന്നു എളുപ്പം ഈ കണ്ടേനു. മാ ഇൻദനാ ശൈഉൻ അസറഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൈനാ, നമ്മളെക്കൊണ്ട് രഹസ്യമായി പറഞ്ഞാൽ ഒരു കാര്യം നമ്മളിട്ടില്ല, ഓറ് തന്നെ നിഷേധിക്കുന്നു. ഉണ്ട് ഇപ്പത്തുന്നു. ഇല്ലാ യുവത്തിയല്ലാഹു തആല അബ്ദൻ ഫഹ്മൻ ഫീ കിതാബ്, പക്ഷെ കിതാബിലൊരു ഫഹ്മ അല്ലാഹ് തന്നിട്ടുണ്ട്, നിങ്ങൾക്കൊന്നും തിരിയാത്തത്. അതാണല്ലോ ഉലൂമുൽ ലദുന്നി എന്ന് പറയുന്നു. വലൈസ ഹദാ ബിത്തഅല്ലും, ഇത് തഅല്ലും കൊണ്ട് കിട്ടിയ ഫഹ്മല്ല. വഖീല ഫീ തഫ്സീരി ഖൗലിഹി തആല യുഅ്തിൽ ഹിക്മത മൻ യശാ എന്ന് പറഞ്ഞാൽ ഇന്നഹുൽ ഫഹ്മ ഫീ കിതാബില്ലാഹി തആല. ഇത് ഹിക്മത്തിനെ പറ്റി അല്ലാഹു തആല വേണ്ടുക വെച്ച ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ഫഫഹംനാഹ സുലൈമാന എന്ന് പറഞ്ഞു. അത് ഹസ്സ മങ്കശഫ ബിസ്മിൽ ഫഹ്മി. അപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാമിന് ഒരു തീരുമാനത്തിൽ മനസ്സിലായത് ദാവൂദ് അലൈഹി ഇസ്ലാം വിധിച്ച അല്ലാത്തതാണ്, ഇങ്ങനെയായിരുന്നു വേണ്ടത്. അപ്പോൾ അള്ളാഹ് പറയുന്നത് സുലൈമാൻ നബിക്ക് അത് തിരിഞ്ഞത്. അതെന്താക്കി ബിസ്മിൽ ഫഹ്മി എന്നാണ് അള്ളാഹ് കൊടുത്തത്. ഫഫഹംനാഹ. വക്കാന അബൂദർദാ റളിയല്ലാഹു അൻഹു ആയിരുന്നു അൽ മുഅ്മിനു യൻദുറു ബിനൂരില്ലാഹ്. ഇത് അതാ ഈ ഫഹ്മ്, ഈ ഇൻകിഷാഫ് വരുന്ന സാധനത്തിന് ഫഹ്മ് എന്ന് പറയുന്നല്ലോ. അതിനുള്ള ഇസ്തിലാലല്ലേ. ഒരു മുഅ്മിനായ മനുഷ്യൻ അള്ളാഹിൻ്റെ നൂറ് കൊണ്ടാണ് നോക്കുന്നത്. അതൊരു നേരെ മറൻ്റെ പിന്നിൽ നിന്ന് വല്ലാഹി ഇന്നഹു ലൽ ഹഖ് യഖ്ദിഫുഹു അല്ലാഹു ഫീ ഖുലൂബിഹിം. അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കും അവരുടെ കൽബിലേക്ക് ഹക്കിന് ഇട്ട് കൊടുക്കുന്നതെന്ന്. വയുജ്രി അലാ അൽസിനതിഹിം, നാവ് കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുകയാണെന്നാണ്. ഫഖാല ബഅദു സലഫി പറയുന്നു ലന്നുൽ മുഅ്മിനി കഹാനാന്ന്. ഒരു മോമിന് ലന്ന് ചെയ്താൽ കഹാനത്ത് പോലെ ഒത്തുവരുന്നുണ്ട്, അത്രത്തോളം പറഞ്ഞു. വഖാല സല്ലല്ലാഹു അലൈഹി ഇസ്തഖൂ ഫിറാസത്തൽ മുഅ്മിൻ ഫഇന്നഹു യൻദുറു ബിനൂരില്ലാഹ്. മുഅ്മിൻ എന്താക്കും ചില ലക്ഷണം പറഞ്ഞു കളിയും ഉണ്ടാ. ആ പറയുന്ന അവസരത്തിൽ അതാ അള്ളാഹിൻ്റെ നൂറ് കൊണ്ടാണ് അവർ പറയുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. അത് അങ്ങനെ തന്നെ പുലരൂ. വൈലേഹി യുഷീറു ഖൗലുഹു തആല ഇന്ന ഫീ ദാലിക. ഫറാസത്തിന് ലക്ഷണം പറയലല്ലേ, ചില കാര്യങ്ങൾ ലക്ഷണം നോക്കിയിട്ട് സാഹചര്യത്തിൽ നോക്കിയിട്ട്. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ മുതവസ്സിമീൻ. വസ്മ് എന്ന് പറഞ്ഞാൽ ചില അടയാളങ്ങൾ, അതിൽ നിന്ന് പിടിച്ചെടുക്കലാന്നേത് തവസ്സുമ്. വഖൗലുഹു. അപ്പോൾ ഒരാളെ ഹറക്കാത്തും സക്കനാത്തും അവൻ്റെ ഇരുത്തവും ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ തന്നെ അവനെ പറ്റി വിജയം കിട്ടു പറയാൻ കഴിയും. ഒരു സദസ്സിൽ കയറുന്ന അവസരത്തിൽ ഒരാളുടെ പെരുമാറ്റം ചട്ട എങ്ങനെയാന്ന്, അവൻ എവിടെ ഇരിക്കുന്നു, കയറിയെന്ന് തങ്ങളുടെ സീറ്റിൽ തന്നെ കയറിയിരിക്കുന്നുണ്ടോ, എല്ലാം അടിയിരിക്കുന്നു, ഇതെല്ലാം കൂടെ തൂക്കിയുള്ളൂ. ഈ പറാസത്ത് ഉപയോഗിച്ചാണല്ലോ ഈ അരെ മുരീദന്മാരുടെ സ്കാനിങ് ശൈഖന്മാർക്കുള്ള. നിങ്ങൾ മിശിരൊന്നും വെക്കണ്ട, അവരിങ്ങനെ നോക്കിയാൽ ഓരോ ചലനങ്ങളും നടത്തവും ഇരുത്തവും ഇതെല്ലാം ഒറ്റ നോട്ടത്തിൽ സ്കാൻ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന ഒന്നുമില്ല, എല്ലാം നടക്കുന്നുണ്ട്. സ്കാൻ ചെയ്യുന്നവരോ ഇരുന്ന് ഇരിപ്പിന്ന് പറയുന്നില്ലേ. കോഴിക്കോട്ട് ദ്വീപിൽ നിന്നൊരു തങ്ങൾ വരാറുണ്ട്. കോഴിക്കോടും കക്കടിപ്പുറമായിട്ട് എത്ര 100 കിലോമീറ്റർ ദൂരമുണ്ട്. ഞാനൊരു ദിവസം ചോദിച്ചു, ദ്വീപിൽ നിന്നൊരു തങ്ങൾ കോഴിക്കോട്ട് വരാറുണ്ട്,
മൂപ്പർ നല്ലൊരു ആലിമാണ്, തസൂഫിനെ തിരിയുന്ന ആളാണെന്നൊക്കെ പറയുന്നുണ്ട്, ഒന്ന് കാണാൻ പോകാൻ പറ്റുമോ? മോനെ, ഞാൻ ഈ റൂമിൽ നിന്ന് സ്ഥലത്ത് നിന്ന് പുറത്ത് പോക്കില്ല, ഞാൻ കോഴിക്കോട്ട് പോക്കില്ല. ദീപ് എന്ന് വരുന്നാളെ ഞാൻ എന്ത് പറയാനാണ്? ശരി, ആദത്ത് അങ്ങനെ തന്നെയല്ലേ? ആദത്ത് പ്രകാരം അങ്ങനെ തന്നെയല്ലേ? ചാവടിക്കാൻ ചോദിച്ചു, നിങ്ങൾ തങ്ങളെപ്പറ്റി പറഞ്ഞില്ലേ, അത് നിങ്ങൾക്ക് കൂടിയേ കഴിയോ എന്നുണ്ടോ? അത് ജർഹിൻ്റെ വാക്കോ താദീലിൻ്റെ വാക്കോ? നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാലോ തീർന്ന്, ഓരോ പറച്ചിലും അഭിപ്രായം എല്ലാം തീർന്നു. കുറേ കൊല്ലത്തിന് ശേഷം ഫാദിലിൻ്റെ ഉപ്പയും മെഹദിയും കാരണവറും ഞാനും കൂടി എന്താക്കി മടവൂർ ശേഖനെ കാണാൻ പോയിട്ട് മൂന്നാളും കൂടി വരുമ്പോൾ ഈ പറഞ്ഞ തങ്ങൾ പറയിലുണ്ടെന്ന് കിടക്കറി. അതിൻ്റെ പുലർച്ചെ കാണണോ? കയറിയ പാട് കട്ടൻ ചായയും നല്ല കോഴിക്കോട്ടൻ ചിപ്സ് ഉണ്ടല്ലോ അതും കൊണ്ടുവച്ച്, അത് കഴിഞ്ഞ പാട് ബൊടിയും തീപ്പൊട്ടിയും കൊണ്ടുവച്ച്. ഞാൻ പറഞ്ഞു, ഞാനിൻ്റെ മുൻകിറാന്ന്. എന്താ ഇബ്ലീസ് മൂത്രം വീഴ്ത്തി കൊണ്ടാണോ? അല്ല നിങ്ങൾ തടവൻ്റെ മുക്കല്ലിതാണോ? തടവനെ കുറേ വിമർശിച്ചിട്ടുണ്ട്. ഷറഇൻ്റെ അത് സുന്നത്താന്ന് വരെ ഞാൻ തെളിയിക്കും, ആയത്തോ ഹദീസ് ഓതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ പറ്റിയിട്ടില്ലെങ്കിലോ ചോദിച്ചു ഇവിടെ പുലർന്നോ നോക്കിയിട്ടൊന്നും. ഇയാളൊരു തങ്ങളും ഒരു ആലിമോ ആണെങ്കിൽ എന്തിനാ ഈ ബീഡി വലിയെന്നുള്ളത് ഒന്നും ഉണ്ടാടുന്നപ്പോലെ ആയത്തോ ഹദീസ് ഉപയോഗിച്ച് സുന്നത്താൻ തെളിയിക്കാൻ പാടുപെടുന്നതിരുന്ന് എൻ്റെ മനസ്സ് പോയി. അങ്ങനെ രണ്ടാളും പറഞ്ഞ് ഞാൻ വരുന്നതെന്ന് പറഞ്ഞിറങ്ങി. ഹസീസ് മുലർ മൈദിൻ്റെ ഉപ്പ ഇത്രയും കിലോമീറ്റർ ദൂരത്തുനിന്ന് ഇത്രയും മാസം ശേഷം നടക്കാൻ പോകുന്ന കാര്യം ഇപ്പം പറഞ്ഞ വാക്ക് എന്താണെന്ന് വെച്ചാൽ കിട്ടുന്നു. നമ്മൾ കണ്ട നമ്മൾ നിശ്ചയ അനുഭവത്തിൽ കാണുന്നില്ലേ? മുത്തുപ്പാട്ട, നാഹൂർ, കിളക്കരെല്ലാം പട്ടിക്കാട്ട് പരീക്ഷ കഴിഞ്ഞിട്ട് റമദാൻ്റെ ബറാത്തിൻ്റെ ഒഴിവിൽ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് യാത്രയെല്ലാം തീരുമാനിച്ച് ഞാൻ പട്ടിക്കാട്ട് നിന്ന് പരീക്ഷയും കഴിഞ്ഞ് അടുത്തേക്ക് പോയി. വ്യാഴാഴ്ച വൈകുന്നേരം പോയോട് വന്ന് യാത്ര നിർത്തിവെച്ചിരിക്കുന്നു, നിങ്ങൾ ഉടനെ നാട്ടിലെത്തലാണ് അനിവാര്യം. അതിനപ്പുറന്ന് പറഞ്ഞു ഇപ്പം പോന്നാ ഞാൻ വൈകുന്നേരം ആയിപ്പോൾ മടങ്ങിയാൽ കോഴിക്കോട് എല്ലാവരുടെയും കിണിഞ്ഞു പോകും, നാട്ടിലെത്തൂല. എന്നാൽ കാലത്ത് പോയിക്കോ, ചോദിച്ചു ഉടനെ പോയിക്കോ, ഉടനെ നാട്ടിലെത്തണേ. പോയി നോക്കുമ്പോൾ കാണുന്ന എന്താണെന്ന് കാഴ്ച, ഉപ്പാക്ക് ദംസം വെള്ളം കോരി കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെവിയിൽ തൽക്കീം ചൊല്ലി കൊടുക്കുന്നു. അഥവാ മുത്തപ്പാട്ട പോയിട്ടുണ്ടെങ്കിൽ 9 യാത്ര തീരുമാനിച്ചു ഉപ്പാനെ കാണാനേ കഴിയില്ല. 200 കിലോമീറ്റർ അപ്പുറത്ത് ഈ സംഭവം പറഞ്ഞെങ്ങനെയെന്ന് പറഞ്ഞിട്ടും ഇങ്ങനെ 1, 2, 3, 4, 5 എല്ലാം എനിക്ക് പറയാനുണ്ടാകും. ഇതെവിടെ നിന്ന് വന്നു? അവിടെന്ന് ഹൈദക്കാട്ടുണ്ടായിരുന്നു തങ്ങൾ ഒപ്പത്തേക്ക് പോയി. മൂപ്പർ കുറേ കാലം ഹറമിലായിരുന്നു, വലിയ ആബിദും വലിയ വായിക്കാസറുള്ളാണ്. മൂപ്പറെ കാണണമെന്ന് മനസ്സിൽ വിചാരിച്ച് ഞാനും അതിൽ മൗവഞ്ചേരും മമ്മൂട്ടി വിലർക്കി ഓറ പുയ്യാപ്പളയെല്ലാം കൂടെ കുടിച്ചു. മമ്മൂട്ടി വിലർക്ക് വലിയ അലിമൻ, ഓറ പുയ്യാപ്പളയാണ് അബ്ദുൽ ഖാദർ മുല്ലാർ, ഓറ പുയ്യാപ്പളയാണ് അസീസ മുല്ലാർ. നമ്മളെ മണ്ടക്ക് നമ്മ അവിടെ പോയി ജബത്തുള്ളാത്തങ്ങയത്ത് പോയി ഓരോ കാതിരെ തരീക്കത്ത് വാങ്ങി പൊത്തമ്പള്ളിയിൽ പോയി അന്നെല്ലാം വന്നിട്ട് നമ്മളെ മനസ്സിലുള്ള എന്താന്ന് പോകുമ്പോൾ അതിനെക്കാട്ട് എനിക്കൊന്ന് ഓറെ കാണാം. രാത്രി അടക്കൂടി രാവിലെ എണീച്ചിട്ട് പറഞ്ഞ് അബ്ദുൽ വാരേ ഇനി എങ്ങോട്ടാ? ഞാൻ നാട്ടിലേക്ക്. ബൈക്കോടിയ പോകാനില്ലേ? ഞാൻ പറഞ്ഞ് കൊയിലാണ്ടിയിൽ ഇറങ്ങണം, അവിടെ വലിയ കത്ത് ചേർത്ത് ചെയ്യാൻ. അല്ല അതിന് മുമ്പ് പോരടിയില്ലേ? അത് മൂടി വെച്ചിട്ട് എന്താ ഉണ്ട്? ഞാൻ പറഞ്ഞ് അയിലക്കാട്ട് തങ്ങളുണ്ട് പോലും ഒന്ന് കാണും. അത് പറഞ്ഞൂടെ? എന്തിനാ മനസ്സിൽ വെച്ചിരിക്കുന്നു? നല്ല തങ്ങളാണ്, ഇവിടെ വരാറുണ്ട്, കാണാവുന്നതാണ്, എനിക്ക് സമ്മതമുണ്ട്. പക്ഷെ അന്ന് പോകാൻ കഴിഞ്ഞില്ല, ചോദിക്കാണ്ട് പരിപാടി ഇട്ടിട്ട്. പിന്നെ ഒപ്പാത്തായപ്പോൾ സിയാറത്ത് ചെയ്തു. ഇതെങ്ങനെ പറഞ്ഞു? ഇതിപ്പോൾ 4-5 എണ്ണം ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറേ എണ്ണം പറയാനുണ്ട്. ആദ്യമായി കണ്ടുമുട്ടുന്ന കാലത്ത് എനിക്ക് ഒരു കത്തയച്ചിട്ട് ഒരു സലാത്ത് 7 വെള്ളിയാഴ്ചകൾ ചെല്ലണം എന്ന് പറഞ്ഞിട്ട് കത്തയച്ചത്. ആ കത്തിപ്പോണ്ട് എൻ്റെ അടുത്ത്. അന്നേരമാണ് സർ സെയ്ദ് കോളേജിലെ ഫൈനൽ പരീക്ഷ വന്നു. തുടർന്ന് നമ്മളെ പങ്ങളെ ഖദീജാൻ്റെ മംഗലം വന്നു, മുനീനുമ്മാൻ്റെ. ഇതെല്ലാം കൂടെ സൂലാമ്പി സലാത്ത് വൃത്തിക്ക് ചെല്ലാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഇടക്കാന്ന് എന്താക്കുന്നു, ഓറെ കാണാൻ പോകുന്നു വേറെ ആളെ കൂട്ടിയിട്ട്.
അപ്പോൾ സലാത്തിൻ്റെ കാര്യം ചോദിച്ചു പോയെങ്കിൽ എന്ത് പറയുമെന്ന് ഞാനിങ്ങനെ ബേജാറിൽ ഇങ്ങനെ കുടുങ്ങിയെന്ന് ചോദിക്കല്ലേ എന്ന് വെച്ചിട്ട്. അബ്ദുൽ ബാരി സലാത്ത് ചെല്ലാതെ വന്നതുകൊണ്ട് ഇനി ബാക്കി പിന്നീട് പറയാം, കൂടെ വന്നാളെ കാര്യം പറയുക എന്ന്. അപ്പോൾ ചൊല്ലിയിട്ടില്ലെന്ന് ആര് തീരുമാനിച്ചു? ഞാൻ കുറേ ഇതിൽ പറഞ്ഞു, എനിക്ക് പരീക്ഷ വന്നു വെച്ചാൽ അതിനെയാണെങ്കിലും പങ്കട മംഗലത്തിന് പേറ്റുവാസം ഞാൻ ചെയ്യണം, പെയിൻറ്റും ഞാൻ അടിക്കണം, ഉപ്പാക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് മംഗലം വിളിക്കാനും ഞാൻ പോകണം, ഏർപ്പാടാക്കണം. അന്നാണ് എനിക്ക് 15 വയസ്സാണ്. കുറേ ഇതിൽ പറഞ്ഞു. എന്നാൽ പിന്നെ അടുത്ത റമദാനിൽ അതെങ്ങനെ പൂർത്തിയാക്കും കേട്ടാ. ഇത് നടന്നെങ്ങനെയാ? ഇതാണ് കൽബ്. പട്ടിക്കാട് പരീക്ഷ നടക്കുന്ന ആൾക്കാർക്ക് അവർക്ക് പറഞ്ഞു, ഇതാ പട്ടിക്കാട് ജാമ്യയിലെ മുദരിസ് കയറി വരുന്നോന്ന്. ആരാടെ മുദരിസാകുന്ന ആർക്കെങ്കിലും മനുഷ്യന് അത് ലോഹൽ മാപ്പ് നോക്കിയിട്ട് പറഞ്ഞിരിക്കും. ആർക്കും എന്തെങ്കിലും ബോധ്യമുണ്ടാകും. അവസാനം കൊട്ടമല ഉസ്താദ് തീരുമാനിച്ചതിന് ശേഷമല്ലേ പുറത്ത് വരുന്നു, നിങ്ങൾക്കെല്ലാം ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞിട്ട്. വലിയ ജപാ പ്രകാരം വലിയ ജപ്. ഒരു സയ്യിദ് മസ്ജിദുകാരുണ്ടായിരുന്നു, പഴയ ഫേസിയ എന്നെക്കണ മുമ്പുള്ള നല്ല വിലാറാണ്. മൂപ്പറിപ്പം വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അബുദാബിയിൽ നമുക്കറിയാം ദാഹിദത്തുൽ മിയ എന്ന് പറഞ്ഞ അവിടെ സെറാബി പള്ളി, അവിടെ പള്ളിയിൽ ഇമാമായിരുന്നു, ഗാർഡൻ പള്ളിൻ്റെ കുറച്ചിപ്പുറം. അപ്പോൾ കക്കടിപ്പുറത്തൊരു അനുസ്മരണം വെച്ചവിടെ അബുദാബിയിൽ. അപ്പോൾ നമുക്കൊരാളെ വളഞ്ഞു കൂടിയിട്ട് ആനക്കൽ ഉസ്താദും. അപ്പോൾ മൂപ്പർ അനുസ്മരണത്തിൽ പറഞ്ഞു, ഈ സയ്യിദ് മുസ്ലിയാർക്ക് മൂത്രത്തിൽ കല്ല് 1 സെൻറ്റിമീറ്ററോളം ഉണ്ട്, അത് ഗുളിക പിടിച്ചാൽ മാറില്ല, നിർബന്ധമായി ഓപ്പറേഷൻ പോകണമെന്ന് അവിടുന്ന് തീരുമാനിച്ചു. അവിടെ ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ വേണം, ഭയങ്കര പൈസയാണ്. അപ്പം നാട്ടിലേക്ക് വന്നിട്ട് ഒരു യൂറോ വിദഗ്ധനെ കണ്ട് അയാളും പറഞ്ഞു ഓപ്പറേഷൻ കൂടാണ്ട് പറ്റൂല, ഒരു ഡേറ്റും വാങ്ങി. നേരെ കക്കടിപ്പുറത്ത് വന്നിട്ട് ഓപ്പറേഷനിക്കാത്ത വന്നപ്പോൾ പറഞ്ഞു, എപ്പോഴാണ് ഡേറ്റ് തീരുമാനിച്ചത്? നീ ആസ്പത്രിയിൽ പോകുമ്പോൾ പറഞ്ഞു. പോകുമ്പാടെ പോയി, നിന്റെ ദേഹം കത്തി തൊടൂല, പോയിക്കുക. ആസ്പത്രിയിൽ പോയി. ഇനി സയ്യിദ് മുസ്ലിയാരാ വരണ്ട്, ഡോക്ടറെ കാത്തിരിക്കും. മുസ്ലിയാര വന്നോ വാന്ന് പറഞ്ഞിട്ട്, ഞാൻ ഗുളിക എഴുതുന്നുണ്ട്, നിങ്ങളെന്താക്കണത് കഴിച്ചിട്ട് വലിയ ഇളനീർ വാങ്ങണം മുറ്റത്ത്, എന്നിട്ട് നിന്നിട്ട് കുടിക്കണം, മുഴുവനും കുടിക്കണം, എന്നിട്ട് ആടെ ഇരിക്കാൻ ഞാൻ വയ്യ വിളിക്കണം. ഇത് കുടിച്ചൊക്കെ മിക്കയാൾ പറയുന്നത് എനിക്ക് ലോകത്ത് നിൽക്കാൻ കഴിയാത്ത മുത്തണിക്കാൻ മുട്ടലി. ഉടനെ ബാത്റൂമിലേക്ക് പിരാന്തം പായും പോലെ പാഞ്ഞു നോക്കുമ്പോൾ കല്ല് പുറത്ത് എന്നോട് തെറിക്കല. ഇത് കൊണ്ടുകൊടുത്തു. ശരി, അതിൽ രക്ഷപ്പെട്ടല്ലോ, ഇതെന്തൊരു അത്ഭുതമാണ്. നിന്റെ ദേഹം കത്തി തൊടൂല എന്നവനോട് പൊഴന്നോ ഇല്ലയോ എന്ന് പറ. എൻ്റെ അനുഭവം പറഞ്ഞല്ല, മൂപ്പർ പറഞ്ഞതാണ്. നിന്റെ ദേഹത്ത് കത്തി തൊടൂല ഒരു വാക്കാം. എനിക്കതിലുണ്ടല്ലോ അങ്ങനത്തെ ആളുകൾ. വലിയ അജായിബ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ വാക്യ പരീക്ഷ വെച്ച് നേരിട്ടാന്ന് പരീക്ഷ. കുട്ടികളൊക്കെ പേടിച്ച് പറച്ചെല്ലാവരൊക്കെ ഞാൻ വന്നാൾ 1-ാം തീയതിയായ മാതിരി ഞാൻ പേടിച്ചു വരുന്നു. അപ്പം ഞാൻ കിതാബ് നോക്കാനൊന്നും പിടിക്കലൊന്നുമില്ല, എന്നാലും അത് തയ്യും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് കുറച്ച് മെനക്കെട്ട്. അപ്പോൾ കക്കടിപ്പുറത്ത് പോകുന്നു. സംസന്മാരത്ത് ഒരു സമ്മതം ചോദിച്ചു, ഇങ്ങനെ അവിടെ കിതാബ് ഉണ്ടല്ലോ, ഉണ്ടോ എന്നാൽ നീ എടുത്ത് നോക്കണേന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞേച്ചിപ്പോൾ. ഞാൻ കുറച്ച് മെനക്കെട്ടപ്പോൾ രാത്രി വന്ന് എനിക്ക് ഛർദിയോ തലചുറ്റുമോ എന്തൊക്കെയോ ഒരു വിഷമം. മൂപ്പർ അറിയണ്ടെന്ന് വെച്ചാൽ എന്തൊക്കെ ബായിയെല്ലാം പൊത്തിട്ട് മുറ്റത്ത് പോയി തൈക്കൊണ്ടി പോയി ഛർദിക്കുകയല്ല ചെയ്യുകയെല്ലാം രഹസ്യമാണ്. രാവിലെ ഉണ്ടല്ലോ ചോദിക്കുന്നു, എന്താ രാത്രി വിഷമമുണ്ടായേ? നിങ്ങൾ ഛർദി ദേഹം സൃഷ്ടിച്ചിട്ടാണ്. അവന് പരീക്ഷയായിട്ട് പഠിക്കാൻ ഒന്നും പഠിക്കണ്ട. എന്താ പറയും മൂപ്പത് നേരിട്ട പഠിക്കണ്ട, നിങ്ങൾ പോയിട്ട് കിതാബ് തുറന്ന് നോക്കിക്കോളീന്ന് പറഞ്ഞു. ഞാൻ എന്താക്കി കോളേജിലേക്ക് വന്നിട്ട് മാലിൻ്റെ കിതാബ് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ ഓൽ മദ്ഹബ് തർദുഹു ഫീ കുല്ലി മഹറമിൻ ലം യത്ര തഅരീംഹ വിഹാരൻ്റെ ബാബ വന്നത്. പരീക്ഷയ്ക്ക് വായിച്ച അതേ കലിമത്ത് എന്നെ കൊണ്ട് വായിപ്പിച്ചത്.
എനിക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അവിടെ എന്തെന്നും മഹറം എത്ര ഉണ്ട്, തൊലാഹ്, മുസാഹറത്ത്, നസബ്. എന്നിട്ട് ഇവിടെ ഫീക്കുല്ലം മന്തറാത്ത ഹരീമുഹ ലംയത്രാത്ത ഹരീമുഹ ഇതെല്ലാം കൂടെ കട്ടിപ്പിക്കുന്നു. എന്നിട്ട് മദ്ഹബിൻ്റെ മഅബ്റാൻ ചെയ്ത് എന്തിൽ ഖിലാഫിൻ്റെ തെരീക്കുണ്ട്, എന്തിൽ ഖതീൻ്റെ തെരീക്കുണ്ട് എന്ന് അവിടെ 15 കൊല്ലായിട്ട് ഇങ്ങനെ എടുത്തു വെക്കണം. ചോദ്യം വന്നത് എനിക്കതാ. അതുകൊണ്ടാണ് നമ്മൾ ഷെയ്ഖാക്കുന്നത്. കുറേ ഉണ്ട്. ഏത് ബാഹിറാക്കും മറ്റുള്ളവർക്ക് കറാമത്ത് ഓർക്ക് അങ്ങനെ മതഹ പറയാലോ, അവർക്ക് മതഹ പറഞ്ഞാലും ദമ്മ പറഞ്ഞാലും അവർക്കൊന്നുമില്ല. ആൾ കോരി വാരി കൊടുത്തൊന്നും കൊടുത്തില്ല, എന്നാലും അവർക്ക് മതഹും ദമ്മ എല്ലാം സംഭവം. ഞാൻ പോയിട്ട് ഒരു താല്ലുക്കുമില്ല. ഇതൊന്നുമില്ല, വാക്കൊണ്ട് പറഞ്ഞോ അല്ലാഹു തആല കബൂലാക്കില്ല. കരുമാരി മരക്കട്ടി പാത്തെടുക്കുന്നൊന്നും കാണുകയും ചെയ്യില്ല. നല്ലൊരു തജരീതാണ്. നമ്മൾ കാണുന്ന 17 റക്അത്ത് പുറത്തും അക്കതാ റവാത്തിപ്പും ഹൈരാക്കൊരു 3-4 റക്അത്തേക്ക് ഇരിക്കും. അത് മുടക്കാണ്ട് അത് ഹദറിലായാലും സഫറിലായാലും മറലായാലും സിഹത്തായാലും എല്ലാം തൊയ്പാവില്ല. മേത്തെ കിടക്കും. നമ്മളെ കിടക്കാനാകുമ്പോൾ ഓർ ഉറങ്ങിയണിച്ച് പിന്നെ ബദരിയത്ത് ഓതും, ദലാലും ഹൈറാത്ത് ഓതും. ബദരിയത്ത് അസ്മാ നസർ നമ്മളെ മൗലൂദ് കിതാബിലുള്ള മൗലൂദ് കിതാബിലെ തർത്തീബാണെങ്കിൽ ഇജാസത്ത് സൗകര്യത്തിനുണ്ടാക്കി ഒട്ടാകെ അത്തിപ്പാക്കിയിട്ട് കൊടുക്കും. മൗലൂദ് കിതാബിൽ എങ്ങനെയുള്ളത്, കുറേ അബ്ദുള്ള പറഞ്ഞു, കുറച്ച് ബറന്ന് പറയും, ബറന്ന് പറയും, ഇങ്ങനെ മുഖ്തലിത്തല്ലേ. അതാണ് അസൽ ഇജാസത്ത് ഉള്ളത്. പക്ഷെ പഠിക്കാൻ എളുപ്പമേ അബ്ദുള്ള 26 അമ്ര ഇത്ര എന്ന് വേറെ പഠിക്കാൻ കഴിയുമല്ല. ഞാൻ ചോദിച്ചാൽ ഈ ഇഖ്തിലാത്ത് വരാൻ കാരണം എന്താണ്, അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അബ്ദുറഹ്മാൻ കബ്ബാനി ഇമാമിൻ്റെ മറ്റേ ശരഹം നോക്കുമ്പോൾ നബുദ ബിമാ ബദ അല്ലാഹു ബിഹി, ആദ്യം മുഹാജിരികൾ, പിന്നെ അൻസാരികളെ പറയുമ്പോൾ ഔസ് ഹസദികൾ 3 തർത്തീബാന്നതിലുണ്ട്. അല്ലാഹു തആല മിനൽ മുഹാജിരീന വൽ അൻസാർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് അത് ഇഖ്തിലാത്ത് വന്നത്. അല്ല, അത് കാണാപ്പാടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് ആ തർത്തീബുണ്ടപ്പോൾ അത് പല കിതാബിലുണ്ട്. ഇസാബത്തിലെല്ലാം തർത്തീബ് അങ്ങനെയല്ലേ ഉള്ളത്. ഹിജായി തർത്തീബ്, ഇസാബത്ത് ബിനൽ നസീറിൻ്റെ ഉസുദുൽ ഖാബ, പിന്നെ അലിഫും മായൽബ അലിഫും മായത്താകുന്നുണ്ടെങ്കിൽ തർത്തീബ്. ഇത് ഒന്നതാ മുഹാനക്കിച്ചിട്ട് ഒരു കോരിക്കുടി കഞ്ഞി കുടിക്കും. കോരിക്കുടി കഞ്ഞി ചെറിയ സംബന്ധി അത് കുറച്ച് മറവിയുണ്ടായിന്. മറ്റൊന്നും തീരെ മറവിയില്ലാത്ത ആളല്ലേ. ഇത്ര വയസ്സായിട്ട് എന്തെങ്കിലും ഇഷ്കല ചോദിച്ചാൽ എൻ്റെ കിതാബിൽ നിന്ന് വക്കത്തത് ഇത്രാമത്തെ പേജ് കുറച്ച് കാര്യങ്ങളും. ഇനി 10 വയസ്സായിട്ടും കടട വെക്കൂലല്ല, നല്ല കാഴ്ചയല്ലേ. തൊണ്ണൂറോളം വയസ്സുണ്ടല്ലോ. അത് പല അവലകൾക്കും പലർക്കും ഉണ്ടായിട്ടില്ല. അതെപ്പോൾ ഏത് കാലത്ത് ഒരു മരുന്നും കുടിക്കൂലല്ലോ. ഷഫാത്തിനെ നേരത്ത് പുത്തമ്പള്ളിയിൽ പോയി അഡ്മിറ്റാക്കിയല്ലാതെ ഒരു മരുന്നും കുടിക്കില്ല. അതുകൊണ്ട് തവക്കില്ല. മയ്യത്ത് ബോക്സിലെ വെച്ചു കവർ ഫുള്ള് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ചർച്ചയായി. അപ്പോൾ അവിടെ ഫുള്ളത് കാടി വെച്ചൊരു മെഞ്ഞ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ഉണ്ടാക്കിയില്ല, അതിൽ തന്നെ വെക്കണം. അറിയപ്പെട്ട ആരും മുൻനിരയിൽ വന്നില്ല. മണ്ണിത്തിനെ അപ്പതലും തോന്നുന്നു അല്ലേ.
വെട്ടിനേക്കണ നല്ല ചളി. നല്ല ഉണങ്ങിയ മണ്ണായി മഴ ചെയ്യുന്നില്ല, പക്ഷെ കവറൊക്കെണ്ട സമയം നല്ല ഉണങ്ങിപ്പോയി. വെളിയക്കോട്ടെ മറ്റേ കാറുകുട്ടിയാ കുഞ്ഞോട്ടി ബസ്സിലാറോ ഏത് ഞാൻ പിറ്റേന്ന് എത്തുന്നു, അന്ന് ഓടിയെത്തണ്ടേ. കുറച്ച് മുമ്പാന്ന് ഞാൻ പൊതുരാജ്യം പോയിന് കാണാൻ. ബാഹ്യോടെ ബസ്സിലെത്തിക്കണ്ടേ. അതല്ലേ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിൽ മുതവസ്സിമീൻ ഖദ് ബയ്യന ലആയാതി ലിഖൗമിൻ യൂഖിനൂൻ. അപ്പോൾ ആ തബയ്യനടേന്ന് ഖൗമിൻ യൂഖിനൂനെ കൊണ്ട് ഖാസാക്കി, യഖീനുമായി ബന്ധപ്പെട്ടവർക്ക്. വറവൽ ഹസൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല അൽ ഇൽമു ഇൽമാനി ഉണ്ട്, ഫഇൽമുൻ ബാത്തിനും ഫിൽ ഖൽബി ഫദാലിക ഹുവൽ ഇൽമുൻ നാഫിഉ എന്നാ പറഞ്ഞു. അൽമിൻ്റെ ഉള്ളിൽ ബാത്തിനായ ഒരു ഇൽമുണ്ട്. വസുഇല ബഅദുൽ ഉലമാഇനോട് ചോദിച്ചു അനിൽ ഇൽമിൽ ബാത്തിനി മാഹുവാന്ന് പറഞ്ഞു. ഫഖാല സിർറും മിൻ അസ്റാറില്ലാഹി തആല യഖ്ദിഫുഹു ഫീ ഖുലൂബി അഹ്ബാബിഹി. അഹ്ബാബിൻ്റെ കൽബിൽ അല്ലാഹു തആല ഇട്ടു കൊടുക്കുന്ന അസ്റാറാണ്. ലം യുത്ലി മലക്കൻ അലൈഹി മലക്കൻ വലാ ബശറൻ, മറ്റാരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെയോ فقد قال صلى الله عليه وسلم إن من أمتي محدثين ومكلمين. ഇത് അവർക്ക് വാർത്ത അറിയിക്കപ്പെടുന്നവർ വൈന്ന ഉമറ മിൻഹും എന്നാണ്. ഇത് മുക്കല്ലമീനാണ് ഈ റിവായത്തി കാണുന്നത്. അത് രണ്ടും മാനം തന്നെ. ഉമർ റളിയല്ലാഹു അൻഹു കൂട്ടത്തിലാന്ന് പറഞ്ഞില്ലേ. അതുപോലെ മുഹദ്ദിസീങ്ങളുടെ കൂട്ടത്തിൽ റിയാദുസ് സാലിഹിലെ ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറഞ്ഞ റിവായത്തിൽ അവർ ഉപ്പ തലേന്ന് പറഞ്ഞു കൊടുത്തല്ലേ, എനിക്ക് കുറേ കടബാധ്യതയുണ്ട്, എല്ലാം വീട്ടണം, നീ പെങ്ങന്മാരാണ്, നല്ല നിനക്ക് നടക്കണം, ഞാൻ നാളെ ഷഹീദ് ഉഹദിലേക്ക് പോകുന്നു, ആദ്യത്തെ ഷഹീദ് ഞാനായിരിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഉപ്പ പറഞ്ഞ വാക്ക് പുലരോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജാബിർ റളിയല്ലാഹു അൻഹു പരിശോധിച്ചപ്പോൾ അവന് റെഡി. അപ്പോൾ നാളെ നടക്കുന്ന സംഭവം ഇന്ന് കലയെക്കുട്ടി പറഞ്ഞ മുഹദ്ദിസീങ്ങളിൽപ്പെട്ടെന്ന് പറഞ്ഞ എൻ്റെ ഉപ്പയിൽപ്പെട്ടാണ്. ഏത് മുഹദ്ദിസ് അള്ളാഹുവിൻ്റെ വാക്കളിൽ നിന്ന് വാർത്ത അറിയിക്കപ്പെടുന്നതാണ്. മുക്കല്ലമീൻ അവരോട് സംസാരിക്കപ്പെടുന്നുണ്ട്. അതൊക്കെ ഇൽഹാമിലേക്ക് ഇഷാറത്തല്ലേ. وقرأ ابن عباس رضي الله عنه وما أرسلنا من نبي من قبلك من رسول ولا نبي എന്നതിൻ്റെ കൂടെ വലാ മുഹദ്ദിസിൻ എന്നും കൂടി അത്ഫ് ചെയ്തിട്ട് ഖിറാഅത്ത് വന്നെന്നാണ്. അപ്പോൾ റസൂലിൻ്റെ കൂടെ നബിൻ്റെ കൂടെ മുഹദ്ദിസ് ചേർത്ത് വായിച്ച് എന്നിട്ട് പറഞ്ഞു ഞാൻ സിദ്ദീഖീന വൽ മുഹദ്ദിസൂൻ എന്ന് പറഞ്ഞാൽ ഹുവൽ മുൽഹമു, ഇൽഹാം കിട്ടിയാണ്. വൽ മുൽഹം എന്ന് പറഞ്ഞാൽ ഹുവൽ ഇൻകശഫ ലഹു ഫീ ബാത്തിനി ഖൽബിഹി മിൻ ജിഹത്തിൽ ദാഖിൽ. ദാഖിലായ ജിഹത്ത് രണ്ട് വാതിൽ പറഞ്ഞില്ലേ, അതിൽ കൂടി ബാത്തിനായ ഇൽമ കിട്ടിയാളെന്ന്. ലാ മിൻ ജിഹത്തിൽ മഹസൂസാത്തിൽ ഖാരിജ അല്ലാന്ന്. അങ്ങനെയാണ് പിന്നെ എല്ലാവരും മാറ്റത്തിങ്ങളാവില്ലേ. വൽ ഖുർആൻ മുസദ്ദിഹുൻ ബിഅന്ന ഇത് അതിന് ശരീഖുന്നുള്ളാർ മുമ്പ് പറഞ്ഞില്ലേ. വൽ ഖുർആൻ മുസദ്ദിഹുൻ ബിഅന്ന തഖ്വ മിഫ്താഹുൽ ഹിദായത്തി വൽ കശ്ഫി എന്നാ പറഞ്ഞത്. വദാലിക ഇൽമുൻ മിൻ ഗൈരി തഅല്ലുമിൻ, ഇത് കശ്ഫ്. ഖാല അല്ലാഹു തആല വമാ ഖലഖല്ലാഹു ഫിസ് സമാവാതി വൽ അർളി ലആയാതിൻ ലിഖൗമിൻ യത്തഖൂൻ. ഇത് ചില ആയാത്തുണ്ട് മുത്തഖീങ്ങൾക്ക് ഖാസാണെന്നാണ് പറഞ്ഞത്. ഖസ്സസഹ ബിഹിം, ഇത് ആ ആയാത്തുകൾ മുത്തഖീങ്ങൾക്ക് ഖാസാന്നിടപ്പോൾ സൂചിപ്പിച്ച്. എല്ലാവർക്കും ഉണ്ടെന്നല്ല, ചിലത് ലിന്നാസി എന്ന് പറയും എല്ലാവർക്കും, ചിലരോ ലിഖൗമിൻ യത്തഖൂൻ തഖ്വയുമായി ബന്ധപ്പെട്ട. ഹാദാ ബയാനുൻ ലിന്നാസി വഹുദൻ വമൗഇലത്തുൻ ലിൽ മുത്തഖീൻ. ബയാന് ലിന്നാസ് എല്ലാം കാഫത്തൻ, ഹുദയും മൗഇലത്തും ആയിരിക്കും മുത്തഖീങ്ങൾക്കാക്കി.
فكان أبو يزيد وغيره رضي الله عنهما يقول ليس العالم الذي يحفظ من كتاب فإذا نسي ما حفظه صار جاهلا. ആലിമ് എന്ന് പറഞ്ഞാൽ കിതാബിന് കാണാൻ പാടാക്കിയിട്ട് മറന്നുപോയ ജാഹിലാകുന്ന ആളല്ല. ഇന്നമൽ ആലിമുല്ലദി യഖദു ഇൽമഹു മിർ റബ്ബിഹി അയ്യ വഖ്തിൻ ശാഅ. ശരിയായ ആലിമ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇൽമിന് അള്ളാൻ്റെ വക്കുന്ന വാങ്ങണം ഏത് അവസരത്തിലും. ഇലാ ഹഫ്ളി മലാ ദർസിൻ വഹാദാ ഹുൽ ആലിമുർ റബ്ബാനി. ഇത് ആലിമു എന്നല്ലേ അവിടെ പറഞ്ഞ, ഇന്നമൽ ആലിമു എന്നല്ലേ മുമ്പ് തുടങ്ങിയീ. വൈലൈഹിൽ ഇശാറത്തു ബിഖൗലിഹി തആല വഅല്ലംനാഹു മില്ലദുന്നാ ഇൽമാ എന്ന് പറഞ്ഞു. മില്ലദുന്നാ മഅ അന്ന കുല്ല ഇൽമി മില്ലദുന്നാ അസ്സ വജല്ല. എല്ലാ ഇൽമും അല്ലാഹ് തന്നെയാണ് തരേണ്ടത്. എന്നാൽ പിന്നെ ഇവിടെ ഖാസാക്കി. വൽ തകും ബഅദുഹാ ബിവസായിതി തഅലീമിൽ ഖൽഖി വലാകിൻ ബഅദുഹാ ബിവസായിതി തഅലീമിൽ ഖൽഖി. ചില പടപ്പുകൾ വാസിത്തേറ്റ് കിട്ടുന്നതാണ്. പല ഇസമ്മാതാരിക്ക് ഇൽമൽ ലദുന്നി എന്നതിന് പറയാറുണ്ട്. അങ്ങനെയാണ് അമെല്ലാം അങ്ങനെ തന്നെയല്ലേ. ബലിൽ ലദുന്നിയുല്ലദി യൻഫതിഹു ഫീ സിദ്ദിൽ ഖൽബി മിൻ ഗൈരി സബബിൻ മഅറൂഫിൻ മിൻ ഖാരിജ്. പുറമേ നിന്ന് സാധാരണ അറിയപ്പെടുന്ന സബബൊന്നും ഇല്ലാതെ കണ്ട് കൽബിൽ തുറക്കപ്പെടുന്നതാണ്. ഫഹാദിഹി ഷവാഹിദുൻ നഖലി. ഇതൊക്കെ പറഞ്ഞത് നഖലിയായ ഷവാഹിദാണ്. ഇനെന്ത് പറയും? തജാരിബ് പറയും, അനുഭവങ്ങൾ. വലൗ ജുമിഅ കുല്ലു മാ വറദ ഫീഹി മിനൽ ആയാതി വൽ അഖ്ബാരി വൽ അസൽ ലഖറജ അനിൽ ഹസ്ർ. എല്ലാം പറയാൻ കഴിഞ്ഞാൽ വെറുതിക്ക് പുറത്താകുന്ന. കിട്ടും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്.